പ്രധാന വഴിയിൽ നിന്നും തെങ്ങിൻ പുരയിടത്തിനരികിലൂടെ ഒഴുകുന്ന തോട്ടിറുമ്പിലേക്ക് കയറി അല്പദൂരം നടന്നതും പിടിച്ചു നിർത്തിയതുപോലെ അവൾ നിന്നു. കാലിന്റെ പെരുവിരൽ മുതൽ ഒരു തരിപ്പ് ശരീരമാസകലം പടരുന്നത് അവൾ അറിഞ്ഞു. കയ്യിലിരുന്ന പൂക്കൂട നിലത്ത് വീണു പോകുമോ എന്ന് പോലും തോന്നി. ഒരു നിമിഷം ഒന്നും മിണ്ടാനാവാതെ സുമംഗല നിന്നു. തുടർന്ന് കേൾക്കുക. ആരെ തേടിയാണോ തന്റെ മനസ്സും കണ്ണുകളും അലഞ്ഞത്, അയാളിതാ തൊട്ടുമുന്നിൽ. ഇന്നലെ കണ്ടതു മുതൽ ഒരു സാമീപ്യത്തിനായി, ഒരു വാക്ക് സംസാരിക്കാനായി മനസ്സ് അത്രമാത്രം ആഗ്രഹിച്ചിരുന്നു. ഏതാനും മണിക്കൂറിലെ പരിചയം ഒരു യുഗത്തിന്റെ അത്രയും മാനസിക അടുപ്പം തന്നിൽ ഉളവാക്കി. കണ്ട ആ നിമിഷം മുതൽ പറഞ്ഞറിയിക്കാനാവാത്തൊരു അനുഭൂതി ഉള്ളിൽ നിറഞ്ഞിരുന്നു. അനിർവചനീയമായ പ്രണയത്തിന്റെ മാസ്മരികത തന്റെ ഓരോ അണുവിലും അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. ആ ആളാണ് അപ്രതീക്ഷിതമായി മുന്നിൽ വന്നു നിൽക്കുന്നത്. സുമംഗലയ്ക്ക് ശരീരമാസകലം ഒരു വിറയൽ അനുഭവപ്പെട്ടു. ഉമിനീർ വറ്റിയ തൊണ്ടയിൽ ശബ്ദം കുരുങ്ങിക്കിടന്നു. ഹരിനാരായണൻ അവളെ തന്നെ നോക്കി അല്പസമയം നിന്നു. സുമംഗല തമ്പുരാട്ടി ഇന്നലെ നടന്നതൊക്കെ അറിഞ്ഞു കാണൂലോ അല്ലേ? പതിഞ്ഞ സ്വരത്തിൽ അവൻ ചോദിച്ചു. അവന്റെ മുഖത്തേക്ക് നോക്കി വെറുതെ തലയാട്ടാൻ മാത്രമേ അവൾക്കായുള്ളൂ. തമ്പുരാട്ടി ക്ഷമിക്കണം. ഇന്നലെ കണ്ടതിനു ശേഷം എന്റെ മനസ്സിൽ തമ്പുരാട്ടിയെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായി പോയി. തെറ്റാണെന്ന് എനിക്കറിയാം. ഇങ്ങനെയൊന്നും പറയാൻ പാടില്ലെന്നും അറിയാം. എന്നാൽ പറയാതിരിക്കാനാവുന്നില്ല. എന്റെ മനസ്സിന്റെ താളം തെറ്റിച്ചു കളഞ്ഞു. അതുകൊണ്ട് തന്നെ പൂജയിലും അശ്രദ്ധ വന്നു. തമ്പുരാട്ടി ക്ഷമിക്കണം. ഹരിനാരായണൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. പെട്ടെന്നുള്ള അവന്റെ തുറന്നു പറച്ചിൽ സുമംഗല ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. എങ്കിലും അവന്റെ ഉള്ളിലും തന്നോട് പ്രണയമുണ്ടെന്നുള്ള അറിവ് അവൾക്ക് സന്തോഷമായി. പക്ഷേ അത് പുറത്തു കാണിക്കാൻ പറ്റാത്തതുപോലെ ഒരു മരവിച്ച അവസ്ഥയിലായിരുന്നു. തമ്പുരാട്ടി എന്താ ഒന്നും മിണ്ടാത്തെ? ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. അവന്റെ സ്വരം കൂടുതൽ ആർദ്രമായി. സുമംഗല പ്രത്യേകിച്ചൊന്നും പറയാതെ അവന്റെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ ഞാൻ പോട്ടെ എന്ന് മാത്രം പറഞ്ഞു. അത് കേട്ട് ഹരി അവളുടെ മനസ്സിൽ എന്തെന്നറിയാത്തതിലുള്ള വിഷമത്തോടെ ഒരു വശത്തേക്ക് മാറി നിന്നു. സുമംഗല പെട്ടെന്ന് തന്നെ അവനെ മറികടന്ന് മുന്നോട്ട് നടന്നു. അല്പദൂരം ചെന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. അപ്പോഴും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. മറുപടി ഒന്നും പറയാതെ നടന്നു നീങ്ങിയ സുമംഗലയുടെ പെരുമാറ്റത്തിൽ ഏറെ വിഷമിച്ചു നിന്ന ഹരിനാരായണന് ഒരു പുതുജീവൻ കിട്ടിയതുപോലെയായി സുമംഗലയുടെ പിന്തിരിഞ്ഞുള്ള നോട്ടവും പുഞ്ചിരിയും. അവൾ കണ്ണിൽ നിന്നും മറയുവോളം അവൻ അടുത്തു കണ്ടൊരു തെങ്ങിൽ ചാരി നോക്കി നിന്നു. അതുവരെ അനുഭവിച്ചറിയാത്തൊരു പ്രണയ കല്ലോലിനി നൂപുരം കിലുക്കുന്ന മനസ്സോടെയാണ് അവൾ ഇല്ലത്തെത്തിയത്. എന്റെ കുട്ടി വലിയ സന്തോഷത്തിലാണല്ലോ. എന്താ ഉണ്ടായേ? പോയ പോലല്ല തിരിച്ചുവരവ്. വാസുദേവൻ നമ്പൂരിയുടെ സൂക്ഷ്മദൃഷ്ടി അവളിലെ പെരുമാറ്റങ്ങൾ പോലും തിരിച്ചറിഞ്ഞിരുന്നു. ഏയ് ഒന്നുമില്ലേട്ടാ. ഇന്നലത്തെ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചാണ് ഞാൻ തൊഴാൻ പോയത്. അവിടെ ചെന്ന് ദേവിയുടെ തെളിഞ്ഞ മുഖം കണ്ടത് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി. അതാണേട്ടാ. അത് നന്നായി കുട്ടിയെ. ദേവി അങ്ങോട്ട് മുറുകെ പിടിച്ചോളൂ. അവിടുന്ന് ഒരു മാർഗം തെളിയിക്കാതിരിക്കില്ല. കുട്ടി അകത്തേക്ക് ചെന്നോളൂ. ഏട്ടത്തി കാത്തിരിക്കുന്നുണ്ട്. വാസുദേവൻ നമ്പൂതിരി വീണ്ടും തന്റെ ചാരുകസേരയിലേക്ക് ചാഞ്ഞ് എന്തോ കണക്ക് കൂട്ടുന്നത് പോലെ കണ്ണടച്ചു. സുമംഗല ചെല്ലുമ്പോൾ ദേവിക അന്തർജനം കുട്ടികൾക്ക് പ്രാതൽ കൊടുക്കുന്ന തിരക്കിലായിരുന്നു. വാസുദേവൻ നമ്പൂതിരിയുടെ വേളിയാണ് ദേവിക അന്തർജനം. മുണ്ടും നേരിയതും ധരിച്ച പ്രൗഢയായൊരു സ്ത്രീ. കുട്ടികൾ രണ്ടുപേർ, കാശിയും ചന്ദ്രവും. ദേവികയ്ക്കും സുമംഗലയോടൊരു പ്രത്യേക വാത്സല്യമായിരുന്നു. ആ വന്നല്ലോ എൻ്റെ ഉടപ്പിറന്നോൾ. ഏട്ടൻ തമ്പുരാൻ പറഞ്ഞു കുട്ടി ആകെ വിഷമിച്ചാണ് അമ്പലത്തിൽ പോയിരിക്കുന്നത് എന്ന്. സാരല്ല, എൻ്റെ കുട്ടി വിഷമിക്കണ്ട. എല്ലാത്തിനും ഒരു സമാധാനം ദേവി ഉണ്ടാക്കി തരും. അത് കേട്ട് സുമംഗല ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എന്നിട്ട് ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞ് മുറിയിലേക്ക് പോയി. മുറിയിൽ ചെന്നതും ഡ്രസ്സിംഗ് ടേബിളിനടുത്ത് ആനക്കൊമ്പിന്റെ ഫ്രെയിമുള്ള വലിയ ചിത്രക്കണ്ണാടിയിൽ സ്വന്തം രൂപഭംഗി ആസ്വദിച്ച് കുറേ നേരം നിന്നു. എത്രയോ ആണുങ്ങൾ നേരിട്ടും അല്ലാതെയും പ്രണയാഭ്യർത്ഥന നടത്തിയിരിക്കുന്നു. പലരും തൻ്റെ ഒരു പുഞ്ചിരിക്ക് വേണ്ടി പോലും കാത്തു നിന്നിട്ടുണ്ട്. ആരെയും താൻ ശ്രദ്ധിക്കുക പോലും ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ തൻ്റെ മനസ്സിൽ ഇടം തേടാൻ അവർക്ക് ആർക്കും കഴിഞ്ഞിട്ടില്ല. ജന്മശാപമായി കിട്ടിയിരിക്കുന്ന ചൊവ്വാദോഷവും ഏട്ടന്മാരെ ധിക്കരിക്കില്ല എന്ന തീരുമാനവും കൊണ്ട് മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്താൻ താനും ശ്രമിച്ചില്ല. എന്നാൽ ഇന്നിപ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് താൻ അതെല്ലാം മറന്നിരിക്കുന്നു. തൻ്റെ മനസ്സ് പൂർണ്ണമായും കൈവിട്ടു പോയിരിക്കുന്നു. ഹരിനാരായണന്റെ വേളിയായിട്ടുള്ള ജീവിതം വരെ താൻ സ്വപ്നം കണ്ടു തുടങ്ങിയിരിക്കുന്നു. എൻ്റെ ദേവിയെ പരീക്ഷിക്കരുതേ, അവൾ ഉള്ളൊരുക്കി പ്രാർത്ഥിച്ചു. ഹരിനാരായണന്റെയും അവസ്ഥ മറ്റൊന്നായിരുന്നില്ല. ഓരോ നിമിഷം കഴിയുന്തോറും സുമംഗല അവന്റെ മനസ്സിൽ തെളിമയുള്ള ഒരു വെണ്ണക്കൽ ശില്പം പോലെ അടിയുറച്ചു. നാളെ ഒന്നുകൂടെ സംസാരിക്കണം, ആ മനസ്സറിയണം, അവൻ ഉറപ്പിച്ചു. വേഷം മാറി അടുക്കളയിലെത്തിയ സുമംഗലയോടായി ദേവിക അന്തർജനം പറഞ്ഞു. കൂടപ്പിറന്നാൾ അറിഞ്ഞോ?
അനിയൻകുട്ടൻ തമ്പുരാന് സംബന്ധം ആലോചിക്കണ്. ചന്ദ്രോത്തില്ലത്തെ ഭദ്ര നല്ല സുന്ദരി അത്രേ, സമ്പത്തും വേണ്ടുവോളം. ഉണ്ണി തിരുമേനിക്ക് ഇപ്പൊ സംബന്ധം വേണ്ടെന്ന് പറയുന്നു. അല്ലേ തന്നെ സംബന്ധത്തിന് മൂപ്പിളവ് നോക്കേണ്ടതില്ലല്ലോ. ഇനി ഇവിടുത്തെ ഇക്കണ്ട സ്വത്തിന് ഒരവകാശിയെ കൂടി ദേവി തന്നാ മതിയായിരുന്നു. അവസാനത്തെ ആ വാക്കു കേട്ടതും സുമംഗലയുടെ മുഖത്ത് ദുഃഖം നിഴലിച്ചു. അതേ നിമിഷം തന്നെ ഹരിയെക്കുറിച്ചോർത്ത് ഒരു ചെറിയ പുഞ്ചിരിയും ചുണ്ടിൽ മിന്നിമറഞ്ഞു. അങ്ങനെയൊരു യോഗം ഉണ്ടാവുമോ എടുത്തി? ഒക്കെ ദൈവം തീരുമാനിക്കും പോലെയല്ലേ വരൂ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഒടപ്പിറന്നോൾ വിഷമിക്കാതെ, ഏട്ടൻ തിരുമേനി ശ്രമിക്കുന്നുണ്ട്. അറിയാവുന്നിടത്തെല്ലാം ആളെ വിട്ട് അന്വേഷിക്കുന്നുമുണ്ട്. ആ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ലാത്തതുപോലെ സുമംഗല പെട്ടെന്ന് വിഷയം മാറ്റി. ഏട്ടത്തി, അടുത്ത പൗർണമിയല്ലേ അമ്പലത്തിൽ പ്രശ്നവിധി? എൻ്റെ ദേവിയെ, എന്താവോ ആവോ? അതെ അതെ, ഇനിയുണ്ടല്ലോ 10-15 ദിവസം. എന്തായിരിക്കും പ്രശ്നവിധി? ദേവിക അന്തർജനം ആത്മകഥം പുറപ്പെടുവിച്ചുകൊണ്ട് അവിടെ നിന്ന് തന്നെ പിന്നാമ്പുറത്തേക്ക് നോക്കി. വസുമതി, ഒരു കുടം വെള്ളം ഇങ്ങെടുക്കൂ എന്ന് വാലിക്കാരെ ഏർപ്പാടാക്കി. ദാ ഇപ്പൊ കോരാൻ കുഞ്ഞാത്താലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അടുക്കളപ്പുറത്തോട്ട് ചേർന്നുള്ള കിണറ്റിൽ നിന്നും വെള്ളം കോരി. മരപ്പലകകൾ ഒരു പ്രത്യേക കണക്കനുസരിച്ച് വൃത്താകൃതിയിൽ വെച്ചുണ്ടാക്കിയ ചാട് വഴിയാണ് വെള്ളം കോരുന്നത്. വെള്ളത്തിന് ഔഷധ ഗുണം കിട്ടാൻ വേണ്ടി 4 അടി നീളവും 1.25 അടി വീതിയുമുള്ള 3 നെല്ലിപ്പലക ചേർത്ത ഒരു തടിക്കഷ്ണം കിണറിന് അടിയിലിട്ടിട്ടുണ്ടാവും. അന്തർജനങ്ങൾക്ക് പുറത്തിറങ്ങാതെ തന്നെ വെള്ളം കോരാവുന്ന രീതിയിലാണ് കിണർ നിർമ്മിച്ചിരിക്കുന്നത്. വൈകുന്നേരം തൊടിയിൽ ചുറ്റിപ്പറ്റി നടന്നിട്ട് സുമംഗല 8 കെട്ടിന്റെ നടുമുറ്റത്തേക്ക് വന്നു. വിശാലമായ മുറ്റത്തിന്റെ ചുറ്റോടു ചുറ്റും സുമംഗല വളരെ സ്നേഹത്തോടെ പരിപാലിച്ചു പോരുന്ന വിവിധ തരം പൂച്ചെടികൾ കൊണ്ട് മനോഹരമാണ്. അവയോട് കിന്നാരം പറഞ്ഞ് തലോടി നടക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സന്തോഷവും ഉത്സാഹവും മറ്റൊന്നിലും അവൾക്ക് കിട്ടാറില്ല. എന്നാൽ ഇന്ന് അവൾ പതിവിലും ആഹ്ലാദവതിയാണ്. ഓരോ ചെടിയിലും അവൾ ഹരിനാരായണന്റെ സാമീപ്യമാണ് ആസ്വദിച്ചത്, അനുഭവിച്ചറിഞ്ഞത്. അടുത്തു നിന്ന ഒരു റോസാപ്പൂവിലേക്ക് എവിടെ നിന്നോ ഒരു വണ്ടെത്തി. അതിലെ തേൻ നുകരുന്ന കാഴ്ച ഒരു നാണത്തോടെയാണ് അവൾ നോക്കി നിന്നത്. പ്രണയത്തിന്റെ ഊഷ്മളത എല്ലാ അർത്ഥത്തിലും ആസ്വദിച്ചു നിന്ന സുമംഗല സമയം പോയതറിഞ്ഞില്ല. പെട്ടെന്നാണ് ഉമ്മറത്ത് നിന്ന് സുമംഗലേ എന്ന വിളി കേട്ടത്. എന്തെങ്കിലും ഗൗരവമേറിയ കാര്യത്തിൽ മാത്രമേ തന്നെ സുമംഗല എന്ന് വിളിക്കാറുള്ളൂ എന്ന തിരിച്ചറിവ് അവളിൽ നേരിയ ഭയം ജനിപ്പിച്ചു.